താമരശ്ശേരി ചുരത്തിൽ ഇതാ വീണ്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടായിരിക്കുന്നു. 9ാം വളവിൽ വീണ്ടും മണ്ണിടിഞ്ഞതിനെ തുടർന്നാണ് വാഹനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലക്കിടിയിലും അടിവാരത്തുമൊക്കെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തുകയാണ്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള അടിയന്തരമായി കടന്നുപോകേണ്ട വാഹനങ്ങളെ മാത്രമേ തൽക്കാലം കടത്തിവിടാൻ നിർവാഹമുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. വൈഫിന്റെ ഫാദറിന് സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ആണോ? ഇവിടെ എത്തിയപ്പോഴാണ് കുടുങ്ങിയത്. ഹോസ്പിറ്റൽ എമർജൻസി ഒന്ന് പറഞ്ഞുകൂടായിരുന്നു പോലീസിനോട്? പറഞ്ഞിട്ട് ഇവിടെ അതിനേക്കാളും വലുത് അവിടെ ഇരിക്കുന്നത്. അപ്പം പിന്നെ അവർ വിടുന്നില്ലല്ലോ. അന്ന് ഇത് മൊത്തം ഈ റോഡ് മൊത്തം വീതി കൂട്ടിയത് പാറ പൊട്ടിച്ചിട്ടാണ് വീതി കൂട്ടിയത്. അങ്ങനെ അതിൻ്റെ ആ ഒരു ഇതിൽ പിന്നെ ബാലൻസ് വന്നതായിരിക്കും ഇപ്പോൾ പോരുന്നത്. 10-20 വർഷമായാലും റോഡ് പണി കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ. ഞാൻ കോഴിക്കോട് ഇരിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജിലല്ല, അവിടെ ഭാര്യൻ്റെ ഒരു ഓപ്പറേഷൻ്റെ അതിനൊരു കടലാസ് കിട്ടാണ്ട് ഇന്നലെ MLA ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കാണ്ട്. അപ്പോൾ അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഒന്ന് 10 മണിക്ക് അവിടെ എത്താമെന്ന് പറഞ്ഞിരുന്നു. ഒന്നും സാധിച്ചില്ല. ഇതാണിപ്പോൾ താമരശ്ശേരി ചുരത്തിലെ അവസ്ഥ. മിനിങ്ങാന്ന് വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് ആദ്യം മണ്ണിടിച്ചിലുണ്ടായത്. പിന്നീട് മണിക്കൂറുകൾ പണിയെടുത്താണ് ഫയർഫോഴ്സിൻ്റെയും ഒക്കെ അംഗങ്ങൾ വളരെ സാഹസികമായി പണിയെടുത്താണ് ഏകദേശം ഇന്നലെ രാത്രിയോടുകൂടി ഒരു വരിയെങ്കിലും വാഹനങ്ങൾ കടത്തിവിടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അതാ വീണ്ടും 9ാം വളവിൽ മണ്ണിടിഞ്ഞത് വീണ്ടും അവിടുത്തെ ഗതാഗതത്തെ പ്രതികൂലമായി ബാധിക്കുകയാണ്. കമൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും. കമൽ, ഇന്നലെ രാത്രി നമ്മൾ തത്സമയം സംസാരിച്ചതാണ്. അപ്പോൾ അവിടെ ആ ജോലികൾ നടക്കുന്നു. കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് ജോലികൾ നടക്കുകയായിരുന്നു. ഇതിപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെയാണോ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്? പണികൾ തുടങ്ങിയോ? മഴ ഈ ഒരു ക്ലിയർ ചെയ്യാനുള്ള നടപടികൾക്ക് തടസ്സമാകുന്നുണ്ടോ? ഇതാണ് ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ. വീണ്ടും മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് താമരശ്ശേരി ചുരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. മഴയും അവിടെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഓണക്കാലമാണ്. ചരക്ക് വാഹനങ്ങളൊക്കെ ഒരുപാട് കേരളത്തിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കടന്നു പോകേണ്ട ഒരു സമയത്താണ് ഇങ്ങനെയൊരു പ്രതികൂല സാഹചര്യം ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതൊക്കെ ചെയ്തത്. പക്ഷേ രാവിലെ വീണ്ടും കല്ലുകൾ വന്നതോടെയാണ് ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും കുടുങ്ങിക്കിടന്ന വാഹനങ്ങളൊക്കെ കടത്തിവിട്ടു. പക്ഷേ മഴയും കോടയും ഒക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും ഫയർഫോഴ്സും ഒക്കെയുണ്ട്. പക്ഷേ ഈ ഓണാവധി തുടങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. ഇവിടെ ആളുകളുണ്ട്. എന്താ ഇന്നിപ്പോൾ പെട്ടെന്ന് സംഭവിച്ചത്? നിങ്ങൾ ആ സമയത്ത് വന്നാണല്ലോ. ഇന്ന് പെട്ടെന്ന് സംബന്ധിച്ചാൽ ഇതായിട്ടുണ്ടല്ലേ, ഇത് ചെറിയ ചെറിയ പാറ കഷ്ണങ്ങൾ താഴോട്ട് ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് വരുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴാണ് പാറകൾ വരുന്നത് നമ്മൾ കാണാൻ പറ്റുന്നില്ല. പിന്നെ ഈ കോട, അതുകൊണ്ട് പാറ വരുന്നതും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവിടെയുള്ള വണ്ടികൾ നിങ്ങൾ പറഞ്ഞതുപോലെ കടത്തിവിട്ടുണ്ട്. അടിവാരത്തെ മൊത്തം ബ്ലോക്ക് ചെയ്താണ്. അതേപോലെ ഇവിടെയും വണ്ടി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ മഴ കഴിയാതെ ഇതിപ്പോൾ ഈ ചെറിയ പാറ അടർന്നു നിൽക്കുന്ന പാറക്കല്ലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ലേ? ഈ വെള്ളം വരുന്നുണ്ട്. ആ വെള്ളത്തിന് ഒഴുത്തി പോകുന്നതനുസരിച്ച് മണ്ണുകൾ ഒഴിച്ചിട്ട് ചെറിയ ചെറിയ പാറകൾ വരുന്നുണ്ട്. അത് മേലെ നിന്ന് താഴെത്തുമ്പോൾ സ്പീഡ് കൂടിയിട്ട് വാഹനത്തിൽ തട്ടുന്നതുകൊണ്ടാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചത്. ഇപ്പോൾ രാത്രി എന്ത് ചെയ്യുന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടി കടത്തി വിടാൻ പറ്റുള്ളൂ. ഇവിടെ ആളുകളില്ലാന്നുണ്ടെങ്കിൽ വണ്ടി വിടൽ ബുദ്ധിമുട്ടാണ്. കാരണം മേലെ നിന്ന് വരുന്ന കല്ല് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് വണ്ടീൻ്റെ മേലൊക്കെ വരുന്നത്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുമ്പോൾ വന്ന കല്ലുകളാണ് ഈ 3-4 വലിയ കല്ലുകളാണ് വന്നത്, ചെറുതല്ല. ആ കല്ല് വീണതാണ് ഇപ്പോൾ പ്രശ്നമായത്. അല്ലാതെ റോഡിലിപ്പോൾ പ്രശ്നമൊന്നുമില്ല. റോഡ് ഫുൾ ക്ലീനാണ്. മേലെ നിന്ന് വരുന്ന കല്ലുകളാണ് ഇപ്പോഴത്തെ പ്രധാന വിഷയം. ദിവീഷ്, ആ ഇടിഞ്ഞ ഭാഗത്ത് ഇളകി നിൽക്കുന്ന പാറക്കല്ലുകൾ ഇന്നലെ നമ്മൾ ദൃശ്യങ്ങളൊക്കെ കാണിച്ചതാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതിന് മുകളിൽ റോപ്പ് ഉപയോഗിച്ച് കയറി, വനംവകുപ്പിലെയും ഫയർഫോഴ്സിലെയും ഉദ്യോഗസ്ഥർ മുകളിൽ നിന്ന് റോപ്പിൽ ഇറങ്ങിയാണ് കുറേ കല്ലുകൾ താഴേക്ക് തട്ടിയിട്ടത്. പക്ഷേ അതുകൊണ്ട് തീരുന്നില്ല. ഈ അടർന്നു നിൽക്കുന്ന പാറക്കഷ്ണങ്ങൾ താഴേക്ക് തന്നെ വരികയാണ്. അതാണ് ഈ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. രാത്രിയൊക്കെ എങ്ങനെയാണ് വാഹനങ്ങൾ കടത്തിവിടുക എന്നറിയില്ല. താമരശ്ശേരി ചുരത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് കമൽ നൽകുന്നത്. കഴിഞ്ഞ ദിവസവും മണ്ണിടിച്ചിലുണ്ടായ അതേ ഭാഗത്ത് തന്നെയാണ്. ഇന്നലെ കമൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ കയറിലൊക്കെ തൂങ്ങി നിന്ന് ഈ ഇളകി നിൽക്കുന്ന പാറക്കല്ലുകളൊക്കെ താഴേക്ക് തള്ളിവിട്ടുകൊണ്ട് അവിടെ ഏകദേശം അവിടെ ഒന്ന് ക്ലിയർ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. പക്ഷേ നമുക്കറിയാം മഴ തുടരുന്നുണ്ട്. മണ്ണ് ഇളകി കഴിഞ്ഞാൽ അതിനോട് ചേർന്നൊക്കെ വീണ്ടും ഇളക്കം തട്ടാനും കല്ലുകളൊക്കെ താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ റോഡ് ഏകദേശം ക്ലിയർ എന്നാണ് ആ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലായത്. പക്ഷേ വീണ്ടും ഈ പാറക്കഷ്ണങ്ങളൊക്കെ താഴേക്ക് വരുന്നത് അത് വളരെ അപകട സാധ്യത ഉള്ളതാണ്. അതുകൊണ്ട് വാഹനങ്ങളെ അങ്ങനെ എളുപ്പത്തിൽ കടത്തിവിടാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അവിടെ ഉള്ളത്. വേഗത്തിൽ കാര്യങ്ങൾ ശരിയാക്കാൻ കഴിയട്ടെ, നമുക്ക് പ്രതീക്ഷിക്കാം.